നമസ്കാരം, ഞാൻ ജയകൃഷ്ണൻ, JK ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു കോൾ സ്റ്റാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കോൾ സ്റ്റാർട്ട് വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു 2001 മോഡൽ ഒരു സുസുക്കി സമറായി ആണ് നമുക്ക് കോൾ സ്റ്റാർട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ജോബിൻ. നമുക്ക് ജോബിനെ പരിചയപ്പെടാം. ഹായ് ജോബിൻ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പം ഈ വീടിൻ്റെ പുറവശത്താണ് നമ്മളിന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചേക്കുന്ന വണ്ടി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ ചാവി കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഹാൻഡിൽ ലോക്ക് ഒന്ന് അഴിച്ചു നോക്കാം വണ്ടിയുടെ. നമ്മൾ ഹാൻഡ് ലോക്ക് അഴിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സ്ഥിതി ഇതാണ്. അതിനകത്ത് എല്ലാം കയറിയിരിക്കുന്നുണ്ടോ നോക്കി. ജോനിത് കാണിച്ചു ജോന്. ഇതാണ് സുസുക്കി സമറായി. ഇതൊരു രാജാവിൻ്റെ പേരാണെന്ന് അറിയപ്പെടുന്നത്, സമറായി എന്നുള്ളത്. ആകെ എല്ലാം ഇതിൻ്റെ അകത്തിൽ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെ വല്ലതും ഉണ്ടോയെന്ന്. വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇതാണ്. വണ്ടിയുടെ ടയറിനൊക്കെ കാറ്റ് കുറവാണ്. പിന്നെ ടാങ്കിൻ്റെ ഈ ലോക്ക് പോയതുകൊണ്ട് ഒക്കെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും കാണുന്നില്ല, പെട്രോളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിന്ന് പെട്രോളൊക്കെ അഴിച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ ഓയിലൊന്ന് നോക്കാം. വണ്ടിക്കകത്ത് എൻജിൻ ഓയിലുണ്ടോയെന്ന്. ഇത് നീഡിൽ വരുന്ന ടൈപ്പ് അല്ല, പക്ഷേ എനിക്ക് ഇത് പല്ലൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് എൻജിൻ ഓയിലുണ്ട്, വണ്ടിക്കകത്ത് എൻജിൻ ഓയിലുണ്ട്. അങ്ങനെ അടിയിലൊന്നും ലീക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എൻജിൻ ഓയിലുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഇനിയും ഇത് 2 സ്ട്രോക്ക് വണ്ടി ആയതുകൊണ്ട് ഓയിൽ കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഓയിൽ കൂട്ടിയുള്ള പെട്രോളാണ് അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻജിന് ടാങ്കിനൊക്കെ ഓയിലൊന്ന് ഒഴിച്ച് നോക്കാം. നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതിൻ്റെ റിസർവാണ്. നമ്മളതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. പ്ലഗൊക്കെ എല്ലാം നല്ലതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓയിൽ ടാങ്ക് വരുന്നത്. ഇത് വർക്കിംഗ് അല്ല. ഇത് വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്രോളിനകത്ത് മിക്സ് ചെയ്തിട്ട് ടാങ്കിലേക്ക് ഓയിൽ ഒഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അടിച്ച് ക്ഷീണിച്ചതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ജോബിനിവിടെ വണ്ടി കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടാകാൻ നമുക്ക് നോക്കാം. ഇതൊരു 2 വർഷമായി വണ്ടി ഇങ്ങനെ എടുക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വണ്ടിക്കുണ്ട്. ഇത് പഴയ കാലത്തെ രാജാവായിരുന്നു വണ്ടി. സുസുക്കി സമറായി എന്ന് പറഞ്ഞാൽ. ജോബിനെ, സുസുക്കി സമറായെക്കുറിച്ച് എന്താണ് അഭിപ്രായം വണ്ടിയുടെ? പൊളി വണ്ടിയല്ലേ, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടാക്കാൻ നോക്കിയായിരുന്നു. അപ്പം ഇതിനകത്ത് ആ കാർബൈഡിൻ്റെ അവിടെ നിന്ന് കളക്ട് ആകുന്ന ഒരു ജാറുണ്ടല്ലോ, ആ ജാറിനകത്ത് നിറച്ച അഴുക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളയാണ്. എന്നിട്ട് നമുക്ക് പെട്രോളൊന്ന് ഒഴിച്ചിട്ട് നോക്കാം ഇത് സ്റ്റാർട്ടാകുമെന്ന്. ഇതുവരെ കുറേ നേരം അടിച്ചു. 2 പേരുടെയും കാലൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ടാകുമെന്നാണ് പ്രതീക്ഷ. കാരണം 2 സ്ട്രോക്ക് വണ്ടിയല്ലേ, എന്തായാലും സ്റ്റാർട്ടാവും, ഉറപ്പായിട്ട് സ്റ്റാർട്ടാവും. ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട് ഇവിടെ. സുസുക്കി സമറായി.
വണ്ടിയാണിത്. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇത് സ്റ്റാർട്ടാക്കുന്നത്. സൗണ്ട് കേൾപ്പിച്ചു അവനെ. തകർത്ത് നമ്മള്. സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് എങ്ങനെയുണ്ട്? അങ്ങനെ 2 വർഷത്തിന് ശേഷം നമ്മുടെ സുസുക്കി സമറായി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇത് എൻ്റെ കസിൻ്റെ വണ്ടി തന്നെയാണ്. ആളിവിടില്ല, ആൾ ഗൾഫിലാണ്. അപ്പം പുള്ളി പോകുന്നതിന് മുമ്പേ പുള്ളി കയറ്റി വെച്ചിട്ട് പോയ വണ്ടിയാണ്. അപ്പം പുള്ളിയുടെ ഞാൻ ചോദിച്ചിട്ട് വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പം സ്റ്റാർട്ടാകുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2 സ്ട്രോക്ക് ആയാലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടാക്കിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. അതാണ് 2 സ്ട്രോക്കിൻ്റെ കൂടാതാണ്. ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ.